So Mahindra Super League Kerala powered by Amul match day 11 season 1 match day 11 മത്സരം പുരോഗമിക്കുന്നു. മലപ്പുറം വേഴ്സസ് കണ്ണൂർ വാരിയേഴ്സ്. ഒരിക്കൽ കൂടി സ്വാഗതം ഫുട്ബോൾ മലയാളത്തിന്. സൂപ്പർ ലീഗ് കേരള മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയുടെ ആവേശത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മലപ്പുറം കണ്ണൂർ വാരിയേഴ്സ് മത്സരം പുരോഗമിക്കുന്നു. മലപ്പുറത്തിന്റെ ഹോം മത്സരമാണ്. പോയിന്റ് പട്ടികയിൽ നിലവിൽ മലപ്പുറം 4ാം സ്ഥാനത്താണ്. 3 മത്സരം കളിച്ച മലപ്പുറത്തിന് 1 വിജയം, 1 സമനില, 1 തോൽവി. ഏറ്റവും ഒടുവിൽ ഇതേ മൈതാനത്ത് തൃശൂർ മാജിക്കിനെതിരെ ഗോൾ രഹിത സമനിലയാണ് മലപ്പുറത്തിന്റെ ലാസ്റ്റ് റിസൾട്ട്. മറുഭാഗത്ത് കണ്ണൂർ വാരിയേഴ്സ് ആകട്ടെ പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. 5 പോയിന്റുമായി. ഗോൾ ഡിഫറൻസിൽ തിരുവനന്തപുരം അവരെക്കാൾ മുന്നിലാണ്. 2 പേർക്കും ഒരേ പോയിന്റ് ആണെങ്കിലും ട്രിവാൻഡ്രം 3ാം സ്ഥാനത്ത് 1 പടി കയറി 3ാം സ്ഥാനത്ത് നിൽക്കുന്നു ബൈ ഗോൾ ഡിഫറൻസ്. കണ്ണൂർ ഏറ്റവും അവസാനത്തെ മത്സരം കളിച്ചത് നമുക്കറിയാം തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ. ആ മത്സരം 1-1 സമനിലയായിരുന്നു. അവര് തൃശൂർ മാജിക്കിനെതിരെ ആദ്യ മത്സരം ജയിച്ചു 2-1 കംബാക്ക് വിന്നായിരുന്നു. അതിനുശേഷം അവർ 2 കളി ഡ്രോയാണ്. ലാസ്റ്റ് 2 മാച്ചും കണ്ണൂർ വാരിയേഴ്സിന്റെ 1-1 സമനിലയാണ്. ഒരിക്കൽ കൂടി ഫുട്ബോൾ മലയാളത്തെ സ്വാഗതം ചെയ്യുകയാണ്. സോ 0-0 എന്ന നിലയിൽ നിൽക്കുന്നു ഈ മത്സരം. കളി 14ാമത്തെ മിനിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. സോ 14 മിനിറ്റിന്റെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ഓൾറെഡി 2-3 തവണ അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും ഈ സാങ്കേതിക തകരാറിന്റെ ഒരു പ്രശ്നം മൂലമാണ് അദ്ദേഹത്തെ നിങ്ങളിലേക്ക് ഇതേവരെ കൊണ്ടുവരാൻ സാധിക്കാത്തത്. ഏതായാലും 1-ൽ പിഴച്ചാൽ 3-ൽ പിഴക്കുമെന്നാണ് ചൊല്ല്. പക്ഷെ 3-ൽ പിഴക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകരോട്. കമന്ററി ബോക്സിൽ ഞാൻ ഷൈജു ദാമോദരൻ, മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള പവേർഡ് ബൈ അമുൽ. എന്നോടൊപ്പം കമന്ററി ബോക്സിൽ സ്വാഗതം ചെയ്യട്ടെ ഇന്ത്യൻ ഇന്റർനാഷണൽ വിനു ജോസ്. താങ്ക് യു ഷൈജു ചേട്ടാ. എന്തായാലും ഒരു സാങ്കേതിക തകരാറായിരുന്നു നമ്മൾ തമ്മിൽ. വിനു ജോസ് വന്നത് തന്നെ ഗോളുമായിട്ടാണ്. വിനു ജോസ് കണ്ണൂരിന്റെ ഭാഗ്യ ജോസായി മാറുകയാണ് ഇവിടെ. 13 മിനിറ്റ് അദ്ദേഹം വെയിറ്റ് ചെയ്തു. അദ്ദേഹം വന്ന് 1 മിനിറ്റ് തികയും മുമ്പ് കണ്ണൂർ വാരിയേഴ്സ് ആദ്യ ഗോൾ അടിച്ചിരിക്കുകയാണ്. കണ്ണൂരിന്റെ ലക്കി ചാം വിനു ജോസായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മലപ്പുറത്തിന്റെ വലയിലേക്ക് ഇതാ കണ്ണൂരിന്റെ ആദ്യ പ്രഹരം 15ാമത്തെ മിനിറ്റിൽ കണ്ണൂർ മുന്നിലെത്തുകയാണ്. അവരുടെ ക്യാപ്റ്റൻ അഡ്രിയാൻ സാന്തിനെറോ, ജെർസി നമ്പർ 22 സ്പാനിഷ് മാൻ ക്യാപ്റ്റൻ സ്കോർ ചെയ്യുന്നു. ഇറ്റ് ഈസ് കണ്ണൂർ 1 മലപ്പുറം 0. കാണാം കണ്ണൂരിന്റെ ഗോൾ ക്യാപ്റ്റൻ അഡ്രിയാൻ നിന്ന് ലെഫ്റ്റ് വിങ് എന്നുള്ള തിമോത്തിയുടെ അത്യുജ്വലമായ ഒരു ക്രോസ് തന്നെയായിരുന്നു. അതൊന്ന് അഡ്രിയാന്റെ ഗോൾ കണ്ണൂരിന്. കണ്ണൂർ എല്ലാ കളി എടുത്ത് നോക്കിയാലും കണ്ണൂർ തുടക്കം മുതലേ ആക്രമിച്ച് കളിക്കുന്ന ടീം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ലവ്സാംബയും ഗൊഗോയും നല്ല കോമ്പൈൻ ചെയ്ത് കളിക്കുന്നു. അൽവാരയുടെ ലോങ് ക്രോസ്. കളി അരമണിക്കൂർ പിന്നിടുകയാണ്. ആദ്യം 30 മിനിറ്റുകൾ പിന്നിടുമ്പോൾ കണ്ണൂർ ഇപ്പോഴും ഏകപക്ഷീയമായ 1 ഗോളിന്റെ ലീഡ് നിലനിർത്തുകയാണ്. 1-0 കണ്ണൂർ ലീഡിംഗ്. വീണ്ടും മികച്ചൊരു പാസ് ചാൻസ് കണ്ണൂർ. What goal! What a beauty! Asier Alvarez, jersey number 10, Asier Gomez Alvarez. What a beauty! മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയിൽ നമ്മൾ വീണ്ടും ഒരു ഉജ്ജ്വല ഗോൾ കാണുകയാണ്. ഈ മത്സരത്തിന്റെ 31ാം മിനിറ്റിൽ കണ്ണൂർ 2ാമത്തെ പ്രഹരം നടത്തുന്നു. മലപ്പുറത്തിന്റെ മണ്ണിൽ, മലപ്പുറത്തിന്റെ ഗ്രൗണ്ടിൽ, മലപ്പുറത്തിന്റെ വലയിൽ ഇതാ കണ്ണൂരിന്റെ 2ാമത്തെ ഫയറിംഗ്. ഇറ്റ് ഈസ് കണ്ണൂർ വാരിയേഴ്സ് 2 മലപ്പുറം 0. മലപ്പുറത്തിന്റെ ഡിഫൻസിന്റെ മിസ് പാസിൽ നിന്ന് അസീറിന് ഋഷാദിന് കിട്ടിയ പന്ത് വളരെ നീറ്റായിട്ടൊരു പാസ്, ത്രൂ പാസ് കൊടുത്ത് അത് അസീറിനെ പോലുള്ള പ്ലെയറിന് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ബ്രില്യൻ ഗോൾ തന്നെയാണ്. സോ ആ ഗോളിന് അസിസ്റ്റ് നൽകിയിരിക്കുന്നത് അവരുടെ 16ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്ന യുവതാരം റിഷാദ് ഗഫൂറാണ്.
റിഷാദിന്റെ അസിസ്റ്റിൽ നിന്നും ജേഴ്സി നമ്പർ 10 അസിയ ഗോമസ് ആൽവാരസ്. അതെ, പെട്ടെന്ന് ഉണ്ടാവുന്ന ഇതുപോലത്തെ അനസിന് വന്ന ഇഞ്ചുറി. മലപ്പുറത്തിന്റെ നല്ലൊരു കൗണ്ടർ അറ്റാക്ക്, പക്ഷേ അത് ഇവിടെയാണ് കൗണ്ടർ അറ്റാക്ക് നടത്തുന്ന സമയത്ത് ആ ഫൈനൽ തേർഡിലേക്ക് മലപ്പുറത്തിന് ഒരു പെനട്രേഷൻ സാധിക്കുന്നില്ല. വീണ്ടും പെനാൽറ്റി ബോക്സിന് എഡ്ജിൽ ബ്യൂട്ടി, വാട്ട് എ ഗോൾ! അതിസുന്ദരമായ ഗോൾ. ഫസലുർ റഹ്മാൻ എങ്ങനെയാണോ ഫോർസ കൊച്ചിക്കെതിരെ ഈ ടൂർണമെന്റിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കൊച്ചി സ്റ്റേഡിയത്തെ ത്രസിപ്പിച്ച ഒരു ഗോൾ നേടിയ മലപ്പുറത്തുകാരൻ ഫസലുർ റഹ്മാൻ, അന്നത്തെ മാച്ചിലെ പ്ലെയർ ഓഫ് ദി മാച്ച്, ഇതാ വീണ്ടും മലപ്പുറത്തിന് വേണ്ടി ഈ സീസണിൽ മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയിൽ ഫസലുവിന്റെ രണ്ടാമത്തെ ഗോളാണ് ഈ സീസണിലെ. വാട്ട് എ സ്ട്രൈക്ക്! ഈ മത്സരത്തിൽ മലപ്പുറത്ത് തിരികെ കൊണ്ടുവരുന്നത് ഒരു മലപ്പുറത്തുകാരൻ തന്നെയാണ്. ജേഴ്സി നമ്പർ 22 ഫസലുർ റഹ്മാൻ. ഇറ്റ് ഈസ് മലപ്പുറം 1 കണ്ണൂർ 2. ഇവിടെ കാണാം ഫസലു എന്തായാലും ഒരു ടാലന്റഡ് പ്ലെയർ തന്നെയാണ്. ഡിഫൻഡറിനെ ഒരു സൈഡിലോട്ടാക്കി അതിനുശേഷം ഇവിടെ കാണുന്നതൊക്കെ അടിക്കുന്ന പോലെ ആക്ഷൻ കാണിച്ച് ഡോഡ്ജിട്ട് ഡിഫൻഡറിനെ ബീറ്റ് ചെയ്തിട്ടാണ് ഷോട്ട് എടുത്തത്. അത് കർവിങ്, ബ്യൂട്ടിഫുൾ. സോ ഫസലുർ റഹ്മാന്റെ ഗോളിൽ മലപ്പുറം 2 ഗോൾ കൺസീഡ് ചെയ്ത മലപ്പുറം ഈ മത്സരത്തിലേക്ക്, ഈ മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ 2 മിനിറ്റിന്റെ ആഡ് ഓൺ സമയത്താണ് ഇപ്പോൾ കളി. ഈ സമയത്ത് മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് എവേ ടീം കണ്ണൂരാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ യെല്ലോ കാർഡ്. വളരെ റഫ് ആയിട്ടുള്ള ടാക്കിൾ ആയിരുന്നു, വളരെ റഫ് ചാലഞ്ച്. അതിന് യെല്ലോ കാർഡ് കാണുന്നത് മലപ്പുറത്തിന്റെ ജേഴ്സി നമ്പർ 7 അവരുടെ ഫോർവേഡ് അലക്സ് സാഞ്ചസ് ആണ്. അലക്സ് സാഞ്ചസിന് കിട്ടിയ ഈ ഫൗൾ ഈ സമയത്തൊന്നും അത് കമ്മിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അലക്സ് സാഞ്ചസിനെ പോലുള്ള പ്ലെയർ അടുത്ത 45 മിനിറ്റ്സിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അലക്സ് ഒരു ഡിസേബിൾഡ് പ്ലെയർ ആണ്, ശ്രദ്ധിച്ചോ? അലക്സിന്റെ വലത് കൈ കൈപ്പത്തി ഇല്ല. അലക്സിന് വലത് കൈക്ക് കൈപ്പത്തി ഇല്ലാത്ത പ്ലെയർ ആണ് അലക്സ് സാഞ്ചസ്. സോ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അലക്സ് സാഞ്ചസ്. അതുകൂടെ നമുക്ക് ഒരിക്കൽ കൂടെ കാണാം ആ വിഷ്വൽ. അദ്ദേഹം എന്തായാലും പ്ലെയറിന്റെ പുറത്തേക്കല്ല പോയത്, ബോളിലേക്ക് തന്നെയാണ് പോയത്. അദ്ദേഹം അങ്ങനത്തെ ഒരു റഫ് ടാക്കിൾ ചെയ്യുന്ന പ്ലെയർ അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ണൂരിന്റെ ബ്രില്യന്റ് ഹെഡർ. ഈ ഡേഞ്ചറെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ബ്യൂട്ടിഫുൾ. ഐ തിങ്ക് ലവ് സാമ്പയാണ്, അവരുടെ കാമറൂൺ താരം സാമ്പയാണ് വന്ന് ഹെഡ് ചെയ്യുന്നത് ഫസ്റ്റ് പോസ്റ്റിൽ നിന്ന്. നല്ല ഫ്ലിക്കിംഗ് ഹെഡർ തന്നെയായിരുന്നു. ലക്കിയാണ് അത് ഗോൾ ആവാണ്ടിരുന്നത്. ഏതായാലും ആദ്യ പകുതിയുടെ വിസിലും അതോടുകൂടി മുഴങ്ങുകയാണ്. മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള പവേഡ് ബൈ അമുൽ മാച്ച് ഡേ 11 മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിൽ നിന്ന് തത്സമയം ആതിഥേയരായ മലപ്പുറം നേരിടുന്നു കണ്ണൂർ വാരിയേഴ്സിനെ. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മലപ്പുറത്തിനെതിരെ കണ്ണൂർ വാരിയേഴ്സ് 1-നെതിരെ 2 ഗോളുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. മികച്ച 2 ഗോളുകൾ അവരുടെ സ്ട്രൈക്കർമാരായ അഡ്രിയാനും അസിയറും നേടിയ, ജേഴ്സി നമ്പർ 22 ക്യാപ്റ്റൻ അഡ്രിയാനും ജേഴ്സി നമ്പർ 10 അസിയർ ഗോമസ് നേടിയ ഗോളുകൾക്ക് കണ്ണൂർ വാരിയേഴ്സ് ലീഡ് ചെയ്യുന്നു. സോ ഹാഫ് ടൈം ഇൻ മഞ്ചേരി. ഇറ്റ് ഈസ് മലപ്പുറം 1 കണ്ണൂർ വാരിയേഴ്സ് 2. കാത്തിരിക്കാം ഈ മത്സരത്തിന്റെ രണ്ടാം പകുതിക്കായി. സ്റ്റേ ട്യൂൺഡ് വിത്ത് us. രണ്ടാം പകുതി ഓൾ സെറ്റ് ഫോർ ദ സെക്കൻഡ് ഹാഫ്. മലപ്പുറം വേഴ്സസ് കണ്ണൂർ വാരിയേഴ്സ്. മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള പവേഡ് ബൈ അമുൽ മാച്ച് ഡേ 11. ഇറ്റ്സ് മലപ്പുറം 1 കണ്ണൂർ 2. രണ്ടാം പകുതിക്ക് തുടക്കമായിരിക്കുകയാണ്. സോ ഫുട്ബോൾ മലയാളത്തിന് ഒരിക്കൽ കൂടി ഈ മത്സരത്തിന്റെ ആവേശത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ തൃശ്ശൂരിനെ കൈയൊഴിഞ്ഞു പോയിരിക്കുന്നത്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ ആ പന്തിനെ വലയിലേക്ക് ഒന്ന് കോരിയിടാൻ കഴിയണമായിരുന്നു. ബോക്സിനകത്ത് പക്ഷെ ഫൗള് വിളിച്ചു, പക്ഷെ ഔട്ട്സൈഡ് ദ ബോക്സ് ആണ് വിളിച്ചിരിക്കുന്നത്. ബോക്സിന്റെ വെളിയിലാണ് അലക്സിസ് സാഞ്ചസ്, ജേഴ്സി നമ്പർ 7 മലപ്പുറത്തിന്റെ 7 നമ്പർ ജേഴ്സി അണിഞ്ഞ അലക്സ് സാഞ്ചസിന്റെ മുന്നേറ്റമായിരുന്നു. അദ്ദേഹത്തെ ടാക്കിൾ ചെയ്തു കണ്ണൂർ വാരിയേഴ്സ് താരങ്ങൾ. അതിന് മലപ്പുറത്തിന് അനുകൂലമായി കണ്ണൂർ വാരിയേഴ്സ് ബോക്സിന്റെ തൊട്ടുവെളിയിൽ, ഇടതുവിങ്ങിൽ കണ്ണൂർ വാരിയേഴ്സ് ബോക്സിന്റെ തൊട്ടുവെളിയിലാണ് ഈ ഫ്രീ കിക്ക് ഇട്ടിരിക്കുന്നത്. ഇറ്റ്സ് എ ഫ്രീ കിക്ക് ഫോർ മലപ്പുറം. സോ കണ്ണൂർ ലീഡിംഗ് സ്റ്റിൽ ഈ മത്സരത്തിൽ. മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള പവേഡ് ബൈ അമുൽ മാച്ച് ഡേ 11 രണ്ടാം പകുതി പുരോഗമിക്കുമ്പോൾ സ്റ്റിൽ കണ്ണൂർ 2-1 ലീഡ് ചെയ്യുകയാണ് മലപ്പുറത്തിനെതിരെ. കമന്ററി ബോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. വിത്ത് മീ ഇന്ത്യൻ ഇന്റർനാഷണൽ വിനു ജോസ്. താങ്ക് യു ഷൈജോട്ടാ. സെക്കൻഡ് ഹാഫ് കളി തുടങ്ങിയ സമയത്ത് തൊട്ട് മലപ്പുറം FC അറ്റാക്ക് ചെയ്ത് കളിക്കുകയാണ്.
ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് മലപ്പുറത്തെ കാണികൾ കാത്തിരുന്നത്. What an equalizer! What an equalizer! സെർജിയോ ബർബോസ, ജെർസി നമ്പർ 11, ഈ മത്സരത്തിന്റെ രണ്ടാം പകുതിയുടെ 65-ാം മിനിറ്റിൽ മലപ്പുറത്തിന് നിർണായകമായ സമനില നേടിക്കൊടുക്കുകയാണ്. It's 2-2. ഐ തിങ്ക് അവിടെ നമുക്ക് ഗാലറിയുടെ വിഷ്വൽസ് ആണ് ലഭിക്കുന്നത്. ഐ തിങ്ക് അവിടെ റെഫറി ഇടപെടുന്നു. പന്ത് സെർജിയോ വലയിൽ എത്തിച്ചുവെങ്കിലും ഗോൾ ഡിസലോ ചെയ്തിരിക്കുകയാണ് റെഫറി സുരേഷ്. ഒന്നാം തരമായ ഫ്രീ കിക്കിൽ നിന്നും പന്ത് വലയിൽ എത്തിക്കാൻ മലപ്പുറത്തിന്റെ ജേഴ്സി നമ്പർ 11 സെർജിയോയ്ക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ ഗോൾ റെഫറി സുരേഷ് ഡിസലോ ചെയ്തിരിക്കുന്നു. സോ ഓഫ് സൈഡ് ആണ്. അവിടെ ഓഫ് സൈഡ് വിളി വന്നിരിക്കുന്നു. ഗാലറി ഒന്നടങ്കം 2-2 സമനില നേടി എന്നുള്ള സന്തോഷത്താൽ എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ നോട്ട് എ ഗോൾ, ഓഫ് സൈഡ്. സോ സ്റ്റിൽ കണ്ണൂർ 2-1 ലീഡ് ചെയ്യാണ്. 2 മാറ്റങ്ങൾ വരുത്തുകയാണ്, 2 ചേഞ്ചസ്. സോ ഇനിയിപ്പോ 6 മിനിറ്റാണ് ഇഞ്ചുറി ടൈം അനുവദിച്ചിരുന്നത്. ഓൾറെഡി മാച്ച് ക്ലോക്ക് 98 മിനിറ്റുകളായി കഴിഞ്ഞു ഓൾറെഡി. ഏത് നിമിഷവും ഫൈനൽ വിസിൽ മുഴങ്ങാൻ ഇടത്ത് നിന്നൊരു നല്ലൊരു ക്രോസ് വരികയാണ്. ഗുഡ് ലുക്കിംഗ് ക്രോസ്. യെസ്, അതോടുകൂടി റഫറിയുടെ ഫൈനൽ വിസിൽ മുഴങ്ങുന്നു. റഫറി സുരേഷിന്റെ ഫൈനൽ വിസിൽ മുഴങ്ങുകയാണ്. വാട്ട് എ ഡേ ഫോർ കണ്ണൂർ വാരിയേഴ്സ്. മലപ്പുറം FC-യെ അവരുടെ മൈതാനത്ത് മലപ്പുറത്തെ പയ്യനാട് സ്റ്റേഡിയത്തിൽ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ച കണ്ണൂർ വാരിയേഴ്സ്, മാനുവൽ സാഞ്ചസിന്റെ കണ്ണൂർ വാരിയേഴ്സ് ഇതാ മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയുടെ പോയിന്റ് പട്ടികയുടെ തലപ്പത്തേക്ക് വരികയാണ്. 1-2 ഗോളുകൾക്കാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ ഉജ്ജ്വല വിജയം. അവരുടെ ജേഴ്സി നമ്പർ 22 അഡ്രിയാനും ജേഴ്സി നമ്പർ 10 അസിയറുമാണ് അവരുടെ ഗോളുകൾ നേടിയത്. ആദ്യ പകുതിയിലാണ് ഈ മത്സരത്തിലെ എല്ലാ ഗോളുകളും വന്നത്. 2 ഗോളുകൾക്ക് കണ്ണൂർ മുന്നിലെത്തിയ ശേഷം ഇടവേളയ്ക്ക് പിരിയുന്നതിന് തൊട്ട് മുൻപ് ഫസലുർ റഹ്മാനിലൂടെ 1 ഗോൾ മടക്കാൻ മലപ്പുറത്തിനായെങ്കിലും രണ്ടാം പകുതിയിൽ ഉണർന്നു കളിച്ചു. നിരവധി അവസരങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി മെനഞ്ഞെടുത്തു. പക്ഷെ അപ്പോഴും ആ സമനില ഗോൾ നേടിയെടുക്കാൻ കഴിയാതെ പോയത് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഹോം മത്സരം കൈവിട്ടു പോകുന്നതിന് കാരണമായി. സോ ഇറ്റ്സ് എ ഡിസപ്പോയിന്റിംഗ് റിസൾട്ട് for the home team Malappuram FC in the Manjeri Sports Council Stadium. And കണ്ണൂർ വാരിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായ മറ്റൊരു വിജയം. ലീഗിൽ അവർ നേടുന്ന 2ാമത്തെ വിജയമാണ്. അവർ അൺബീറ്റൺ, കളിച്ച 4 മത്സരങ്ങളിൽ ഒന്നിൽ പോലും പരാജയപ്പെടാതെ അൺബീറ്റൺ കണ്ണൂർ. 2 വിജയങ്ങളും 2 സമനിലയും. സോ ഫുൾ ടൈം സ്കോർ ഇൻ ദ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം. ഇറ്റ് ഈസ് ഹോം ടീം Malappuram FC 1, Kannur Warriors 2.